പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. 2-3 പേർ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ അവരുടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കും എന്ന് അരുളി ചെയ്ത യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ അഭിഷേകാഗ്നി വചന ശുശ്രൂഷകളിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ഭയം കൂടാതെ കൃപ ഉപയോഗിക്കുക എന്നതിനെ കുറിച്ചാണ്. ഒരു വ്യക്തിയുടെ അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. ആ വ്യക്തി സ്ഥിരം അഭിഷേകാഗ്നി പ്രോഗ്രാം കാണുന്ന വ്യക്തിയാണ്. CP ജോൺ, ചേറ്റുപുഴക്കാരൻ, വെളുത്തൂർ PO, തൃശൂർ. അദ്ദേഹത്തിന്റെ അനുഭവം എങ്ങനെയാണ്? ഞാനും എന്റെ ഭാര്യയും അഭിഷേകാഗ്നി പരിപാടി സ്ഥിരം കാണുന്നുണ്ട്. ഒരു ദിവസം അച്ഛൻ അഭിഷേകാഗ്നി പരിപാടിയിൽ മൂത്രത്തിൽ കല്ല് ഉള്ള ഒരു സഹോദരന് സൗഖ്യം കിട്ടിയ കാര്യം വെളിപ്പെടുത്തി. ആ സമയത്ത് തന്നെ ഞാനും എന്റെ ഭാര്യയും വിശ്വാസത്തോടെ എന്റെ മകൻ ഫ്രാൻസിസിന്റെ മൂത്രത്തിലെ കല്ല് പോകുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചു. നാളുകളായി എന്റെ മകൻ മൂത്രത്തിൽ കല്ല് നിമിത്തം പീഡ അനുഭവിക്കുകയായിരുന്നു. അതിന്റെ പരിണതഫലമായി പ്രാർത്ഥിച്ച് 7 ദിവസത്തിനുള്ളിൽ എന്റെ മകന്റെ മൂത്രത്തിൽ കല്ല് പൂർണ്ണമായി വിട്ടുപോയതായി ഞങ്ങൾക്ക് മനസ്സിലായി. ഒരാഴ്ചയ്ക്കുള്ളിൽ ടെസ്റ്റ് നടത്തിയപ്പോൾ മൂത്രത്തിൽ കല്ലിന്റെ അംശം പോലും ഇല്ലെന്ന് ഡോക്ടർ സ്കാനിംഗ് റിപ്പോർട്ട് തന്ന് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി. അതുപോലെ 40 വർഷം പഴക്കമുള്ള തണ്ടലിന്റെ വേദനയും അന്നത്തെ ആരാധനയുടെ സമയത്ത് ഈശോ എടുത്തു മാറ്റി എന്നെ സുഖപ്പെടുത്തി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഓ കർത്താവേ, ഇതാ ഈ നിമിഷങ്ങളിൽ അങ്ങയുടെ നാമത്തിന്റെ ഇടിമിന്നൽ പോലെയുള്ള അഭിഷേകം ദൈവജനത്തിന്റെ മേൽ പ്രവഹിക്കട്ടെ കർത്താവേ. തളർന്നവർ, ആത്മീയ മന്ദതയിൽ അകപ്പെട്ടവർ, ദൈവിക കാര്യങ്ങളിൽ നിന്നുള്ള എല്ലാ വിശ്വാസവും നഷ്ടപ്പെട്ടു പോയവർ, ദൈവത്തോട് മറുതലിച്ചിരിക്കുന്നവർ, ആഡംബരത്തിലും ആർഭാടത്തിലും ജീവിക്കുന്നവർ, സുഖലോലുപത്തെ ബന്ധനത്തിൽ കുടുങ്ങിക്കിടക്കുന്നവർ, തഴക്കദോഷങ്ങളാൽ ദുർബലമായവർ, സകല മക്കളുടെ മേൽ ദൈവത്തിന്റെ അത്ഭുത ശക്തി പെരുമഴ പോലെ പെയ്യട്ടെ കർത്താവേ. പെരുമഴ പോലെ അഭിഷേകം വ്യാപരിക്കട്ടെ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവെ വ്യാപരിക്കണമേ, ആത്മാവെ സ്പർശിക്കണമേ, ആത്മാവെ ഉണർത്തണമേ, ആത്മാവെ ചൈതന്യം പകരണമേ. നിർജീവമായ അസ്ഥിക്കോലങ്ങളുടെ മേൽ ആത്മാവെ അവിടുന്ന് വ്യാപരിച്ചപ്പോൾ ഒരു സൈന്യമായി എഴുന്നേറ്റ് നിന്നതുപോലെ ഇപ്പോൾ ഈ സമൂഹത്തിന്റെ മേൽ അങ്ങയുടെ ചൈതന്യം അതിശക്തമായി പ്രവഹിച്ച് ഒരു സൈന്യം പോലെ പുതുശക്തി പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഭയം കൂടാതെ കൃപ ഉപയോഗിക്കുക. ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അച്ഛന്റെ മനസ്സിൽ വ്യക്തമായി വെളിപ്പെടുന്ന ഒരു രംഗം മത്തായിയുടെ സുവിശേഷത്തിൽ 25-ാമത്തെ അധ്യായത്തിൽ 14 മുതൽ 30 വരെയുള്ള തിരുലിഖിതങ്ങളാണ്. ഒരു വലിയ യജമാനൻ യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് തന്റെ ഭൃത്യന്മാരെ വിളിച്ച് താലന്തുകൾ അവർക്ക് കൊടുക്കുകയാണ്. അങ്ങനെ തന്റെ പ്രിയപ്പെട്ട ഭൃത്യന്മാർക്ക് ഈ യജമാനൻ താലന്തുകൾ വിതരണം ചെയ്തു. ചിലർക്ക് 5 താലന്ത്, ചിലർക്ക് 2 താലന്ത്, ചിലർക്ക് 1 താലന്ത്. 5 താലന്ത് കിട്ടിയവൻ സന്തോഷത്തോടെ പോയി ഓടി നടന്ന് അതുകൊണ്ട് വിനിമയം നടത്തി അത് ഉപയോഗിച്ച് 5 കൂടെ സമ്പാദിച്ച്. 2 താലന്ത് കിട്ടിയവൻ സന്തോഷത്തോടെ പോയി ഓടി നടന്ന് 2 കൂടെ സമ്പാദിച്ച്. 1 താലന്ത് കിട്ടിയവനാകട്ടെ ആ താലന്ത് കുഴിച്ചു മൂടി. അവൻ കുഴിച്ചു മൂടുന്നവനാണ്. അവൻ കിട്ടിയത് കുഴിച്ചു മൂടിയിട്ട്. എന്താണ് ഇവൻ കുഴിച്ചു മൂടാൻ കാരണം? അത് അവന്റെ വാക്കുകളിൽ തന്നെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അതാണ് മത്തായി 25-ാം അധ്യായത്തിൽ 24-ാം വാക്യം. അവൻ പറയുകയാണ്, എന്തുകൊണ്ടാണ് ഞാൻ ഈ 1 താലന്ത് ഉപയോഗിക്കാതെ കുഴിച്ചു മൂടിയത്? അതിന്റെ കാരണമാണ് 25-ാം അധ്യായത്തിലെ 24-ാമത്തെ വാക്യം. 1 താലന്ത് കിട്ടിയവൻ വന്ന് പറഞ്ഞു, യജമാനനെ, നീ വിതയ്ക്കാത്തടത്തുനിന്ന് കൊയ്യുകയും വിതറാത്തടത്തുനിന്ന് ശേഖരിക്കുകയും ചെയ്യുന്ന കഠിന ഹൃദയനാണെന്ന് ഞാൻ മനസ്സിലാക്കി. അതിനാൽ ഞാൻ ഭയപ്പെട്ട് നിന്റെ താലന്ത് മണ്ണിൽ മറച്ചു വെച്ചു. ഇതാ നിന്റേത്, എടുത്തുകൊള്ളുക. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഭയപ്പെട്ട്
ആരെ ഭയപ്പെട്ട്? ഈ താലന്ത് നൽകിയ യജമാനനെ ഭയപ്പെട്ട് താലന്ത് മണ്ണിൽ കുഴിച്ചിട്ട്, ഇതാ നിന്റെ താലന്ത്, എടുത്തുകൊള്ളുക. പല ആളുകളും മരിക്കാറാകുമ്പോ ഇങ്ങനെ ദൈവസന്നിധിയിൽ പറയാനിട വരും. കാരണം കിട്ടിയ ഒരുപാട് താലന്തുകൾ മണ്ണിൽ കുഴിച്ചിട്ട് ജീവിക്കുന്ന പലരും ഇന്ന് ലോകത്തുണ്ട്. ദൈവം നൽകിയ കൃപകൾ അത് നിസ്സാരമായ ഒരു കാര്യമല്ല. ദൈവം നൽകിയ കൃപകൾ അത് വിലപ്പെട്ട താലന്തുകളാണ്. ആ വിലപ്പെട്ട താലന്തുകൾ നീ ഇന്ന് ഉപയോഗിക്കുന്നുണ്ടോ? ആ വിലപ്പെട്ട താലന്തുകൾ നീ എങ്ങനെ ഉപയോഗിക്കുന്നത്? അത് നീ മണ്ണിൽ കുഴിച്ചിട്ടിരിക്കുകയാണോ? ഇന്ന് ഒരുപാട് ആളുകൾക്ക് ഈ താലന്തുകൾ, ദൈവകൃപയുടെ വിവിധ താലന്തുകൾ ഉപയോഗിക്കാൻ തടസ്സമായി നിൽക്കുന്നത് ഉള്ളിൽ കിടക്കുന്ന ഭയമാണ്. ഒന്നുകിൽ അവൻ ദൈവത്തെ ഭയപ്പെടുന്നു, അല്ലെങ്കിൽ മനുഷ്യരെ ഭയപ്പെടുന്നു. ഉള്ളിൽ കിടക്കുന്ന ഈ ഭയം നിമിത്തം ഈ താലന്തുകൾ പരിശുദ്ധാത്മ പ്രേരിതമായി, പരിശുദ്ധാത്മാവിന്റെ പ്രേരണയനുസരിച്ച് ഉപയോഗിക്കാൻ മടിക്കുന്നു എന്നതാണ് നിരവധി ദൈവമക്കളെ സംബന്ധിച്ചുള്ള ഒരു യാഥാർത്ഥ്യം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെ തന്നെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് തുറന്നു പറയാം. അച്ഛന്റെ ജീവിതത്തില് ഇങ്ങനെയുള്ള ദൈവകൃപകൾ പലതും കർത്താവ് തന്നു. ദർശന വരം തന്നു, അത്ഭുത രോഗശാന്തി വരം തന്നു, പ്രാർത്ഥിക്കാൻ വരം തന്നു, ഗിഫ്റ്റ് ഓഫ് ഡെലിവറൻസ് തന്നു. എന്നാൽ പലതും അച്ഛൻ ഉപയോഗിക്കാൻ പല സമയത്തും പറ്റിയിട്ടില്ല. അതിന്റെ ഒരു കാരണം ഒരു പേടി മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഉദാഹരണത്തിന്, അച്ഛൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു ദിവസം കർത്താവ് വ്യക്തമായി വെളിപ്പെടുത്തി തന്നൊരു കാര്യമുണ്ട്. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അച്ഛന് വ്യക്തമായി വെളിപ്പെടുത്തുന്ന കാര്യമുണ്ട്. ഒരു വ്യക്തിയുടെ ശരീരത്തിലുള്ള മുഴ വിട്ടുമാറിപ്പോകുന്നു. പക്ഷേ ഈ ഒരു കൃപ, ഗിഫ്റ്റ് ഓഫ് വിഷൻ എന്ന കൃപ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോഴേക്കും മനസ്സിൽ പേടി വന്നു. ഞാൻ ഈ മുഴ മാറി എന്ന് പറഞ്ഞിട്ട് അത് സൗഖ്യപ്പെടാതെ ഇരുന്നാൽ മറ്റുള്ളവർ എന്നെ കുറിച്ച് എന്ത് പറയും? മറ്റച്ഛന്മാർ എന്നെ കുറിച്ച് എന്ത് ചിന്തിക്കും? ഞാനൊരു വിടുവ പറയുന്നവനായിട്ട് മറ്റുള്ളവർ കണക്കാക്കുകയില്ലേ? മാത്രമല്ല, ഇങ്ങനെ ചെയ്താൽ അതുവഴി വിശ്വാസം നഷ്ടപ്പെട്ടു പോവില്ലേ? നോക്കുക, ദൈവം തന്നൊരു കൃപ, ദൈവം തന്നൊരു താലന്ത് ഉപയോഗിക്കാൻ തുടങ്ങുമ്പോഴേക്കും ഭയത്തിന്റെ ചിന്തകൾ, മനുഷ്യരെ ഭയപ്പെടുന്ന ചിന്തകൾ എന്റെ മനസ്സിൽ വന്ന് അത് ഉപയോഗിക്കാൻ തടസ്സമായി. ഞാൻ അത് കഴിഞ്ഞ് ഞാൻ വന്ന് ആ ധ്യാനത്തിൽ ആ വ്യക്തി സൗഖ്യം പ്രാപിക്കാതെ പോയി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പക്ഷെ പ്രാർത്ഥിക്കുമ്പോൾ എന്റെ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞു, അങ്ങനെ ദൈവം വെളിപ്പെടുത്തിയ ആ വിഷൻ എന്തുകൊണ്ട് പറഞ്ഞില്ല? അന്ന് ഞാൻ കർത്താവിനോട് ഒരു തീരുമാനം എടുത്തു. ഞാൻ എന്റെ കർത്താവിന്റെ കൃപ ഉപയോഗിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ഇരിക്കുമ്പോൾ പൈസഗിരി കൺവെൻഷന് വേണ്ടി കർത്താവ് കൊണ്ടുപോയി. പൈസഗിരി കൺവെൻഷനിൽ 10,000 പങ്കെടുത്തൊരു കൺവെൻഷനാണ്. ആ കൺവെൻഷനിൽ സമാപന ദിവസം രോഗികൾക്ക് വേണ്ടി ഒരു പ്രാർത്ഥനയുണ്ടായിരുന്നു. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് കർത്താവ് വീണ്ടും ഒരു വിഷൻ തന്നു. ഒരു ക്യാൻസർ, വായിൽ ക്യാൻസർ ഉള്ള ഒരു വ്യക്തിയെ കർത്താവ് സുഖപ്പെടുത്തുന്നതായിട്ട് ഒരു വിഷൻ, ഒരു പ്രേരണ, ഒരു വ്യക്തമായ ഒരു തോന്നിപ്പ്. ഞാൻ അത് പറയാൻ തുടങ്ങിയപ്പോഴേക്കും ഒരു ഭയം മനസ്സിൽ വന്നു. പറഞ്ഞിട്ട് അങ്ങനെയുള്ള രോഗി ഇവിടെ സൗഖ്യം പ്രാപിച്ചില്ലെങ്കിലോ? ഞാൻ പറഞ്ഞു, സൗഖ്യം പ്രാപിച്ചില്ലയോ എന്നുള്ളതല്ല, എന്റെ കർത്താവ് തന്ന കൃപ ഉപയോഗിച്ചില്ലയോ എന്നുള്ളതാണ് പ്രസക്തമായ ചോദ്യം. ഞാൻ ന്യായവിധിക്ക് നിൽക്കുമ്പോൾ ഞാൻ അതിന് ഉത്തരം കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ പറയുമെന്ന് പറഞ്ഞ് ഞാൻ മൈക്കിൽ കൂടെ അനൗൺസ് ചെയ്തു, ഇതാ ഇപ്പോൾ ഈ സമൂഹത്തിലുള്ള വായിൽ ക്യാൻസറുള്ള, വായിൽ പുണ്ണുള്ള ഒരു വ്യക്തിയെ ഈശോ സുഖപ്പെടുത്തുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ശുശ്രൂഷ കഴിഞ്ഞ ഉടനെ ഒരു ചേട്ടൻ, ആ ചേട്ടന്റെ കുടുംബം ഓടി വന്നു. മാനന്തവാടിയിൽ നിന്നൊരു ചേട്ടനാണ്. ആ ചേട്ടൻ പൈസഗിരി കൺവെൻഷൻ നടക്കുന്ന പറഞ്ഞ് വന്നിരിക്കുകയാണ്. ആ ചേട്ടന്റെ പ്രത്യേകത, വർഷങ്ങളായി വായിൽ ക്യാൻസർ വന്ന് ഒരുപാട് സ്ഥലങ്ങളിൽ ചികിത്സിച്ച്, മെഡിക്കൽ കോളേജിൽ ചികിത്സിച്ച്, വെല്ലൂര് ചികിത്സിച്ച്, മംഗലാപുരത്ത് ചികിത്സിച്ച് സൗഖ്യം കിട്ടാതെ അവസാനം മരിക്കുമെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് ഡോക്ടർമാർ പറഞ്ഞിരുന്ന ആ ചേട്ടൻ കുറെ ദിവസങ്ങളായി വായിൽ വേദന കൊണ്ട് ഒരു തുള്ളി വെള്ളം പോലും ഇറക്കാൻ നിവൃത്തിയില്ലാതെ ക്ലേശത്തിന്റെ നടുവിൽ നരകിക്കുന്ന ചേട്ടൻ ഇതാ കൺവെൻഷൻ ഉണ്ടെന്നറിഞ്ഞ്, വചന ശുശ്രൂഷ ഉണ്ടെന്നറിഞ്ഞ് വന്നിരിക്കുകയാണ്. ഈ അനൗൺസ്മെന്റ് ചെയ്ത ക്ഷണത്തിൽ തന്നെ ചേട്ടൻ പറയാണ്, പുറകിൽ നിന്ന് ആരോ ഇതാ ഇങ്ങനെ തട്ടുന്നതായി ചേട്ടൻ അനുഭവപ്പെട്ട്
ഉടനെ ചേട്ടൻ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ് സൗഖ്യത്തിന് വേണ്ടി. ഇങ്ങനെ പുറകിൽ നിന്ന് തട്ടുന്ന അനുഭവപ്പെട്ടപ്പോ ചേട്ടൻ ആരാ അത്, ഞാൻ ഈ സൗഖ്യം പ്രാപിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കും, ആരാ എന്ന് തടസ്സപ്പെടുന്ന പറഞ്ഞ് കൈ തട്ടിയിട്ട് വീണ്ടും സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും പുറകിൽ നിന്ന് 3 തട്ട്. ഉടനെ ചേട്ടൻ പുറകിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോ ചേട്ടൻ പറയാണ് പുറകിൽ ആരും ചേട്ടനെ തട്ടുന്നതായിട്ടില്ല, പകരം എന്തോ ഒരു ദൈവിക ശക്തി തട്ടുന്നതായിട്ടാണ് ചേട്ടൻ അനുഭവപ്പെട്ടത്. പെട്ടെന്ന് ഒരു വലിയ ദൈവിക ശക്തി ചേട്ടനെ വലയം ചെയ്തു. ചേട്ടൻ പറയാണ് ഈ കവിളിന്റെ 2 സൈഡിൽ നിന്ന് ഇങ്ങനെ വലിച്ചു വലിച്ചു പറിച്ചെടുക്കുന്ന പോലെ എന്തോ കുറച്ചു നേരം ഇങ്ങനെ അനുഭവം ഉണ്ടായെന്ന് പറഞ്ഞു. പിന്നെ ചേട്ടൻ നോക്കുമ്പോൾ ചേട്ടൻ ഉമിനീരിറക്കാം, ചേട്ടന്റെ വായിലെ വേദന അപ്രത്യക്ഷമായി. ചേട്ടൻ പുറത്തുപോയി വെള്ളം കുടിച്ചു നോക്കി, വെള്ളം കുടിക്കാൻ പറ്റും. ചേട്ടന്റെ വായിലെ ക്യാൻസർ ആ ക്ഷണം അത്ഭുതകരമായി സൗഖ്യപ്പെട്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ പൈസക്കരി കൺവെൻഷൻ ഗ്രൗണ്ടിൽ സമാപന സമ്മേളിച്ച 10,000ങ്ങളുടെ മുമ്പിൽ ആ ചേട്ടൻ വന്ന് വ്യക്തമായി തന്റെ ഈ അനുഭവത്തെ വെളിപ്പെടുത്തി. ഇങ്ങനെ ആ ചേട്ടൻ പറഞ്ഞു, അച്ഛൻ ഇങ്ങനെ അനൗൺസ് ചെയ്ത സമയത്ത് ഇങ്ങനെ ഇതാ 2 സൈഡിൽ നിന്ന് ആരോ വന്ന് ഇതിങ്ങനെ വലിച്ചു എടുക്കണവരെ എന്തോ ഒരു അനുഭവം ഉണ്ടായി. അതിനുശേഷം നോക്കുമ്പോൾ വെള്ളം ഇറക്കാം, വേദന പോയി, വായിൽ ക്യാൻസർ അപ്രത്യക്ഷമായിരിക്കുകയാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരൻ, ഞാനപ്പോ പ്രത്യേക ചേട്ടനോട് ചോദിച്ച് ഇത് എപ്പോഴാണ് ഈ അനുഭവം ഉണ്ടായത്? അപ്പോഴാ ചേട്ടൻ പറഞ്ഞു, അച്ഛൻ അനൗൺസ് ചെയ്ത ഉടനെയാണ് ഈ സംഭവം ഉണ്ടായത്. അപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എനിക്ക് വെളിപ്പെടുന്ന കാര്യമുണ്ട്. ദൈവം പ്രവർത്തിക്കാൻ വേണ്ടി അച്ഛന് ദൈവം നൽകുന്ന കൃപ ഉപയോഗിക്കാൻ ദൈവം ആഗ്രഹിച്ചിരുന്ന നിമിഷമാണത്. അച്ഛൻ അത് ഉപയോഗിച്ചില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ വ്യക്തി സൗഖ്യം പ്രാപിക്കാതെ മടങ്ങിപ്പോകുമായിരുന്നു. ഞാൻ മറ്റൊരു വ്യക്തിയുടെ അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. കൊച്ചിയിൽ നിന്നുള്ള ഈ സഹോദരങ്ങള് സാക്ഷ്യപ്പെടുന്ന ഇപ്രകാരമാണ്. എന്നും എല്ലാ ആഴ്ചയിലും അഭിഷേകാഗ്നി പ്രോഗ്രാം കാണുന്ന ഒരു കുടുംബമാണ് ഞങ്ങളുടെ കുടുംബം. വെള്ളിയാഴ്ച തോറുമാണ് ഞങ്ങളത് കാണുന്നത്. എന്റെ സഹോദരന് അസിഡിറ്റിയുടെ പീഡ വല്ലാതെ ഉണ്ടായിരുന്നു. ഭക്ഷണം കഴിക്കാൻ പറ്റുമായിരുന്നില്ല. ഛർദിയും ഒഴിച്ചിലും. മരുന്ന് കഴിച്ചെങ്കിലും കുറവ് ഇല്ലാതെ എന്റെ സഹോദരൻ ക്ഷീണിച്ചു, മെലിഞ്ഞ അസ്ഥികോലമായി. ഞങ്ങൾ എല്ലാവരും പേടിച്ചു, ഈശോയോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചു. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ ജോലിക്ക് പോകാൻ തുടങ്ങി. ഒരു ദിവസം ജോലിക്ക് പോയ സഹോദരൻ തിരിച്ച് ഓട്ടോയിൽ വന്നിരിക്കുന്നു. ബസ്സിൽ നിൽക്കാൻ പറ്റുന്നില്ല, വീണു പോകുകയാണ്, കാലിന്റെ ബലം നഷ്ടപ്പെട്ടു. അങ്ങനെ ആ സഹോദരൻ കിടപ്പിലായി. ഈശോയോട് ഞങ്ങൾ കരഞ്ഞു. ഞങ്ങൾ അഭിഷേകാഗ്നി പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കരഞ്ഞു പ്രാർത്ഥിച്ചു, ദൈവമേ ഞങ്ങളുടെ ചേട്ടനെ സുഖപ്പെടുത്തണമേ. 25/1/2008 വെള്ളിയാഴ്ച അഭിഷേകാഗ്നി പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ ഈശോയോട് കരഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അച്ഛൻ അഭിഷേകാഗ്നി പ്രോഗ്രാമിനിടയിൽ പറഞ്ഞു, ഒരു മകന്റെ കാലിനെ ഈശോ തൊട്ട് സുഖപ്പെടുത്തുന്നു എന്ന്. ഞങ്ങൾ ഈശോയ്ക്ക് ആ സമയത്ത് തന്നെ നന്ദി പറഞ്ഞു. അത്ഭുതമെന്ന് പറയട്ടെ, ഞങ്ങളുടെ ചേട്ടൻ എഴുന്നേക്കാൻ പറ്റാതെ കാല് നിലത്ത് കൂട്ടിയാ ഉറയ്ക്കാതെ കിടക്കയിൽ കിടക്കുന്ന അവസ്ഥയിലായിരുന്നു. ആ സമയത്ത് ചേട്ടന്റെ കാലിൽ ആരോ വലിക്കുന്നത് പോലെ അനുഭവപ്പെട്ടു. എഴുന്നേറ്റപ്പോൾ നേരത്തേതുപോലെയല്ല, കാല് നിലത്ത് ഉറപ്പിക്കാൻ പറ്റുന്നു, എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്നു. ആ മകൻ എഴുന്നേറ്റു, നടന്നു, ഓടി കർത്താവിനെ മഹത്വപ്പെടുത്തി. എന്റെ ചേട്ടന്റെ കാലിന് പരിപൂർണ സൗഖ്യം അന്ന് ആ നിമിഷം കർത്താവ് കൊടുത്തു. ഇന്ന് എന്റെ ചേട്ടൻ സുഖമായി ജോലിക്ക് പോകുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കൊച്ചിയിൽ നിന്ന് ഒരു സഹോദരി സാക്ഷ്യപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഒരു കൃപ, ദർശനം എന്നൊരു കൃപ ഉപയോഗിച്ച സമയത്താണ് ഭവനത്തിൽ കുറെ നാളുകളായി അസ്ഥിയുടെ ബലം കുറഞ്ഞ്, കാലിന്റെ ബലം കുറഞ്ഞ് കിടപ്പ് രോഗിയായിരുന്ന മകന്റെ കാലിൽ ആരോ വലിക്കുന്നത് പോലെ അനുഭവം ഉണ്ടായി. അത് സൗഖ്യം പ്രാപിച്ച്. പ്രൈസ് ദി ലോർഡ്. മറ്റൊരു വ്യക്തിയുടെ അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. എന്റെ പേര് ലിജോ. വീട് കണ്ണൂർ ജില്ലയിൽ പെരുമ്പടവ് എന്ന സ്ഥലത്ത്. ഞാൻ ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ച് ബാംഗ്ലൂരിൽ ജോലി ചെയ്യായിരുന്നു. 2 വർഷമായിട്ട് വിദേശത്തേക്ക് പോകാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ പലവിധ തടസ്സങ്ങൾ നിമിത്തം 2 വർഷമായി ഞാൻ നിരാശനായി. ഒരു സ്ഥലത്തും ജോലി പുറത്തേക്കുള്ള വിദേശത്ത് ഒരു സ്ഥലത്തും ജോലി ശരിയാകാതെ, വിസ കിട്ടാതെ വിഷമിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ധ്യാനത്തിന് അട്ടപ്പാടി സെക്യൂർ ധ്യാന കേന്ദ്രത്തിലേക്ക് പോയത്. കൗൺസിലിംഗിന്റെ സമയത്ത് കൗൺസിലർ എന്നോട് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, 41 ദിവസത്തിനുള്ളിൽ വിദേശത്ത് പോകും. ഞാനത് വിശ്വസിച്ച് ഞാൻ ധ്യാനം കഴിഞ്ഞ് തിരിച്ചു വന്ന് 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ എന്റെ ഒരു ഫ്രണ്ട് മുഖേന വിസിറ്റിംഗ് വിസ എനിക്ക് ദുബായിലേക്ക് ലഭിച്ചു. ഞാൻ ദുബായിൽ ചെന്നു. 2-ാം ദിവസം തന്നെ എനിക്ക് ഒരു ഹോട്ടലിലെ മെയിൻ ഷെഫായി ജോലി കിട്ടി. ഇന്ന് ഏകദേശം 40,000 രൂപയോളം ശമ്പളത്തിലാണ് എന്നെ ജോലിയിൽ പ്രവേശിപ്പിച്ചത്. ഞാൻ എന്റെ കർത്താവിന് മഹത്വ സ്തുതി അർപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നോക്കുക, ഒരു കൗൺസിലറിന്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ പോയി. കർത്താവ് വെളിപ്പെടുത്തി 41 ദിവസത്തിനുള്ളിൽ ജോലി കയറും, വിദേശത്ത് പോകും, ജോലി കയറും.
മാനുഷികമായ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ അസാധ്യം. കാരണം 2 വർഷമായി തലകുത്തി മറിയുകയാണ്. 2 വർഷമായി ഒരുപാട് പേര് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇയാളുടെ വിദേശയാത്ര ശരിയാകുന്നില്ല. അങ്ങനെയുള്ള ആ വ്യക്തിക്ക് 41 ദിവസത്തിനുള്ളിൽ വിസ കിട്ടി പോയി ജോലി കയറി ശമ്പളം വാങ്ങാൻ പറ്റുമോ? മാനുഷിക ബുദ്ധി കൊണ്ട് അസാധ്യമാണ്. എന്നാൽ ആ കൗൺസിലർ ഭയശങ്ക കൂടാതെ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവം നൽകിയ മെസ്സേജ് വെളിപ്പെടുത്തി കൊടുത്തു. ആ കൃപ ഉപയോഗിച്ച് വെളിപ്പെടുത്തി കൊടുത്തു. ഭയം കൂടാതെ കൃപ ഉപയോഗിച്ചുകൊണ്ട് ആ വ്യക്തി പറയുകയാണ്, ആ വ്യക്തി സന്തോഷത്തോടെ വന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ്. ഈ 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ പെട്ടെന്ന് ഒരു ഫ്രണ്ട് മുഖാന്തരം വിസിറ്റിംഗ് വിസ കിട്ടി. ചെന്നു 2-ാം ദിവസം പ്രധാനപ്പെട്ട ഒരു ഹോട്ടലിൽ മെയിൻ ചെഫായി കയറി 40,000 രൂപ ശമ്പളത്തോടൊരു ജോലിക്ക് കയറി. പ്രൈസ് ദി ലോർഡ്. ആ വ്യക്തിയുടെ വിശ്വാസം വർദ്ധിച്ചു, കുടുംബത്തിന്റെ വിശ്വാസം വർദ്ധിച്ചു. ആ വ്യക്തി എന്ന് പറയാണ്, ആ വ്യക്തി തുടർന്ന് എഴുതിയിരിക്കുന്നതിനെയാണ്, ഇന്ന് എന്റെ ജീവിതത്തിൽ ഞാൻ വളരെയേറെ മാറ്റങ്ങൾക്ക് വിധേയനാണ്. ഇപ്പോൾ എന്റെ യേശുവിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയാണ് എന്റെ ജീവിതം ഞാൻ മാറ്റിവെച്ചിരിക്കുന്നത്. ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തി ആരാധിച്ച് ജീവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ആ വ്യക്തിക്ക് പണമോ ജോലിയല്ല, കർത്താവിനെ ആരാധിക്കുന്ന, കർത്താവിനെ അറിയാൻ വേണ്ടിയുള്ള ജീവിതമാണ് ആ വ്യക്തിയുടെ ജീവിതം. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു സഹോദരൻ കൃപ ഉപയോഗിച്ചപ്പോ ഒരു ജീവിതം, ഒരു കുടുംബം മുഴുവൻ രക്ഷപ്പെടുന്ന മാത്രമല്ല, യേശുവിനെ അറിയാൻ വേണ്ടി നിത്യരക്ഷയിലേക്ക് ഒരു ആത്മാവ് അടുത്തു. ദൈവം തന്നിരിക്കുന്ന കൃപ ഭയം കൂടാതെ ഉപയോഗിക്കണം. പ്രൈസ് ദി ലോർഡ്. സുഭാഷിതങ്ങളുടെ പുസ്തകം 29-ാം അധ്യായത്തിൽ 25-ാം തിരുലിഖിതം, മനുഷ്യനെ ഭയപ്പെടുന്നത് ഒരു കെണിയാണ്, കർത്താവിൽ വിശ്വാസം അർപ്പിക്കുന്നവൻ സുരക്ഷിതനത്രേ. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 41-ാം വാക്യം. യേശുക്രിസ്തു ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ യേശുക്രിസ്തുവിന്റെ നിലപാട് എന്താണ്? യേശുക്രിസ്തു പറഞ്ഞു, മനുഷ്യരിൽ നിന്ന് ഞാൻ മഹത്വം സ്വീകരിക്കുന്നില്ല. വീണ്ടും യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 44-ാം വാക്യം, പരസ്പരം മഹത്വം സ്വീകരിക്കുകയും ഏക ദൈവത്തിൽ നിന്ന് പറയുന്ന മഹത്വം അന്വേഷിക്കാതിരിക്കുകയും ചെയ്യുന്ന നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തമ്മിലുള്ള മഹത്വം സ്വീകരിക്കുന്ന രീതി അല്ല കർത്താവ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പരസ്പരം മഹത്വം സ്വീകരിക്കുന്നതല്ല നമ്മുടെ ജീവിത രീതി. മനുഷ്യനെ ഭയപ്പെടാതെ, സാഹചര്യങ്ങളെ ഭയപ്പെടാതെ, ഭയം കൂടാതെ കർത്താവ് തന്നെ കൃപ ഉപയോഗിക്കുക. അത് ദർശനപരമാണെങ്കിലും, രോഗശാന്തിപരമാണെങ്കിലും, മധ്യസ്ഥ പ്രാർത്ഥനപരമാണെങ്കിലും, ശുശ്രൂഷാവരങ്ങളാണെങ്കിലും, പ്രാർത്ഥനാവരങ്ങളാണെങ്കിലും, സ്തുതിപ്പിന്റെ വരങ്ങളാണെങ്കിലും കൃപ ഉപയോഗിക്കുക. ഉപയോഗിക്കുന്നവരിൽ വീണ്ടും വീണ്ടും കൃപാവര ശക്തി ജ്വലിക്കുകയും അവൻ ബലപ്പെടുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഓ ദൈവമേ, ഈ സമൂഹത്തിൽ അങ്ങയുടെ മക്കളുടെ മേൽ അവിടുന്ന് എത്രയോ കൃപകളാണ് നൽകിയിട്ടുള്ളത്. ദൈവമേ, ഓരോ കൂദാശകൾ സ്വീകരിക്കുമ്പോഴും അവിടുന്ന് രാജ്യത്തിന്റെ കൃപകൾ, സുവിശേഷ രാജ്യത്തിന്റെ, ദൈവരാജ്യത്തിന്റെ കൃപാവരങ്ങൾ നൽകുന്നുണ്ടല്ലോ. ദൈവമേ, ആ കൃപാവരങ്ങളെല്ലാം ഉപയോഗിച്ച് ദൈവരാജ്യം പണിയാൻ ഓരോ മകനെ ഉണർത്തണമേ കർത്താവേ, ഓരോ കുടുംബങ്ങളെ ഉണർത്തണമേ കർത്താവേ, ഓരോ ജീവിതങ്ങളെ ഉണർത്തണമേ കർത്താവേ. ഇന്ന് ഞങ്ങൾ അനുഭവിക്കുന്ന പലതരത്തിലുള്ള തടസ്സങ്ങളുടെയും ദുര്യോഗങ്ങളുടെയും പിന്നിൽ കൃപ ഉപയോഗിക്കാത്തതിന്റെ ഒരു ചരിത്രമില്ലേ എന്ന് ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. കുടുംബങ്ങളെ ഉണർത്തണമേ, ജീവിതങ്ങളെ ഉണർത്തണമേ, കൃപകൾ ഉപയോഗിച്ച് ദൈവരാജ്യം പണിയാനുള്ള അഭിഷേകത്താൽ ജ്വലിപ്പിക്കണമേ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ദിവ്യകാരുണ്യമായെന്റെ ഉള്ളിൽ ഈശോ ഇന്നു വാഴാനെത്തും നേരം മനസ്സൊരുവൻ മെഴുതിരിയായി ഉരുകിത്തെളിയും നാഥനെ വരവേൽക്കാനായി മനസ്സൊരുവൻ മെഴുതിരിയായി ഉരുകിത്തെളിയും നാഥനെ വരവേൽക്കാനായി. വാവാ എന്റെ ഈശോയേ, വാവാ എന്റെ ഈശോയേ, എന്റെ ജീവൻ തേടും പുണ്യം നീയാണല്ലോ. സ്നേഹമേ, മോക്ഷമേ,
ജെറമിയ പ്രവാചകന്റെ പുസ്തകം 23-ാം അധ്യായം 28-ാം തിരുലിഖിതം. സ്വപ്നം കാണുന്ന പ്രവാചകൻ തന്റെ സ്വപ്നം പറയട്ടെ. എന്റെ വചനം ലഭിച്ചിട്ടുള്ളവൻ അത് വിശ്വസ്തയോടെ പ്രഖ്യാപിക്കട്ടെ. പതിരിനും ഗോതമ്പ് മണിക്കും തമ്മിൽ എന്തു പൊരുത്തം? വ്യാജ പ്രവാചകന്മാരുടെ ശല്യനിമിത്തം പൊറുതിമുട്ടിയ ഒരു കാലഘട്ടത്തിൽ ദൈവം തന്റെ പ്രവാചകന് കൊടുത്ത വെളിപ്പെടുത്തലാണത്. എന്റെ സ്വപ്നം ലഭിക്കുന്ന പ്രവാചകൻ ആ സ്വപ്നം പറയട്ടെ. വ്യാജ പ്രവാചകന്മാർ വ്യാജ സ്വപ്നം പറയുന്നു എന്ന കാരണം കൊണ്ട് ദൈവത്തിന്റെ പ്രവാചകൻ ദൈവത്തിന്റെ സ്വപ്നം പറയാതിരിക്കുന്നത് കർത്താവ് അംഗീകരിച്ചിട്ടില്ല. എന്റെ വചനം ലഭിച്ചിട്ടുള്ളവൻ അത് വിശ്വസ്തയോടെ പ്രഖ്യാപിക്കട്ടെ. ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കാം. ഓ ദൈവമേ, ഈ ശുശ്രൂഷകളിൽ പങ്കുചേർന്നുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയുടെ മേലും, ഓരോ കുടുംബങ്ങളുടെ മേലും അങ്ങയുടെ അത്ഭുത ശക്തി വ്യാപരിക്കട്ടെ കർത്താവേ. കുടുംബങ്ങളിൽ നിന്ന് അന്ധകാരങ്ങൾ മാറിപ്പോകട്ടെ. ഓരോ വ്യക്തിയെയും ദൈവിക ശുശ്രൂഷകളും തടസ്സപ്പെടുത്തുന്ന ദൈവരാജ്യം പണിയാൻ ദൈവം നൽകിയിരിക്കുന്ന കൃപാവരങ്ങൾ ഉപയോഗിക്കുന്നതിൽ നിന്നും ഓരോരുത്തരെ തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ബന്ധനങ്ങളും ആധിപത്യങ്ങളും നസ്രായനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിട്ടൊഴിഞ്ഞു പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവ മക്കളെയും ദൈവിക ശുശ്രൂഷകരെയും ദൈവരാജ്യ വേലയിൽ നിന്ന് തടസ്സപ്പെടുത്താൻ സാത്താൻ ഒരുക്കിയിരിക്കുന്ന കുതന്ത്രങ്ങൾ യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകട്ടെ. ഓ കർത്താവേ, ഇപ്പോൾ രോഗികൾ അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഓരോ ഇടങ്ങളിൽ ഇപ്പോൾ അവരിയ്ക്കുന്ന സ്ഥലങ്ങളിൽ തന്നെ സൗഖ്യത്തിന്റെ അഭിഷേകം കൊണ്ട് നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. തകർന്നവരെ അങ്ങയുടെ കരസ്പർശനം കൊണ്ട് ആശ്വസിപ്പിക്കണമേ. ഓ കർത്താവെ, കടബാധിതകളെ ഭാരങ്ങളാൽ ഞെരുങ്ങുന്നവരെ അവിടുന്ന് വിടുവിച്ച് അനുഗ്രഹിക്കണമേ കർത്താവെ. ബാലികാ ബാലന്മാരെ, യുവതി യുവാക്കന്മാരെ, കുഞ്ഞുങ്ങളെ, ഗർഭിണികളെ, വിധവകളെ അനുഗ്രഹിക്കണമേ കർത്താവെ. സ്പർശിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി എല്ലാവരും യേശുക്രിസ്തുവിന്റെ നാമത്തെ ഉറക്കെ വിളിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. വാവാ എന്റെ ഈശോയേ, വാവാ എന്റെ ഈശോയേ, എന്റെ ജീവൻ തേടും പുണ്യം നീയാണല്ലോ. സ്നേഹമേ, മോക്ഷമേ, ഭാഗ്യമേ. എൻ്റെ പേര് മേഴ്സി. ഞാൻ മേഘാലയ സ്റ്റേറ്റിൽ ഒരു ടീച്ചറായിട്ട് ജോലി ചെയ്യുന്നു. എനിക്ക് 3 മക്കളുണ്ട്. അതിൽ രണ്ടാമത്തെ മകള് 6-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തുടങ്ങി പരീക്ഷ നടക്കുമ്പോൾ അവൾക്ക് ഭയങ്കര ഭയമാണ്. ഭയം വന്നാൽ ഉടനെ കൈകാലുകൾ വിറയ്ക്കും, തണുക്കും, ഒരേ കരച്ചിൽ, യാതൊന്നും കഴിക്കുകയില്ല. ഞാൻ പരീക്ഷയ്ക്ക് പോകുന്നില്ല മമ്മി, ഞാൻ പരീക്ഷയ്ക്ക് പോകുന്നില്ല എന്നൊരേ കരച്ചിൽ. അങ്ങനെ എല്ലാ പരീക്ഷയ്ക്കും യൂണിറ്റ് ടെസ്റ്റ് ആയാലും ടെർമിനൽ ടെസ്റ്റുകളായാലും 2-3 പരീക്ഷകൾ അവൾ എഴുതുകയില്ല. അങ്ങനെ ആയിരിക്കുന്ന വേളയിൽ അഭിഷേകാഗ്നി പ്രോഗ്രാം ഞങ്ങൾ കാണുവാനിടയായി. ആ സമയത്ത് ബഹുമാനപ്പെട്ട വട്ടായിലച്ചൻ ഭയപ്പെടുത്തുന്ന കാര്യങ്ങളെപ്പറ്റി പറയുകയും കുട്ടികൾക്കുണ്ടാകുന്ന ഭയത്തെപ്പറ്റിയായിരുന്നു അന്നത്തെ വിഷയം. ആ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഞാൻ എൻ്റെ കുട്ടികളെ 2 പേരെ അടുക്കൽ വിളിക്കുകയും ഞങ്ങളവിടെ മുട്ടുകുത്തി ആരാധനയുടെ സമയത്ത് എൻ്റെ മകളുടെ മേൽ ഞാനും എൻ്റെ ചെറിയ മകളും കൈകൾ വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായി അവൾക്ക് ഭയം കുറഞ്ഞു വരികയും ഈ വർഷം 9-ാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന എൻ്റെ മകൾ ഹാഫ് ഇയർലി എക്സാമിനും ആനുവൽ എക്സാമിനും പൂർണ്ണമായി പരീക്ഷകൾ എഴുതുകയും സ്കൂളിൽ 1ാമതായി വിജയം നേടുകയും ചെയ്തു. ഹല്ലേലൂയ. കരങ്ങളടിച്ച് ഈശോയെ മഹത്വപ്പെടുത്താം. വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ച ദൈവത്തിന്റെ വിടുതൽ കാണാം, ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ കാണാം. വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ച ദൈവത്തിന്റെ വിടുതൽ കാണാം,
ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ